ജെൽ ഫേഷ്യൽ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ജെൽ ബേസ് ഫേഷ്യൽ ചെയ്യാവൂ. പിന്നെ ഒരുപാട് മസാജ് കൊടുക്കാൻ പറ്റില്ല. ഒരുപാട് മസാജ് കൊടുത്താൽ ഇത് ടെൻഡൻസി കൂടും, ഓയിൽ സെക്രേഷൻ കൂടും. അതിനാണ് നമ്മള് ലെൻസ് വെച്ച് നോക്കും. ഇപ്പം ഇവിടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ള സ്കിൻ വന്നാൽ അവര് തൊടില്ല, ഉടനെ എന്നെ വിളിക്കും, ഒന്ന് ചേച്ചി നോക്കൂ എന്ന് പറയും. ലെൻസ് വെച്ച് നോക്കും. ലെൻസ് വെച്ച് നോക്കിയിട്ട് ഞാൻ പറയും ഇന്ന ഫേഷ്യൽ ചെയ്താൽ മതി, ഇന്ന മാതിരി ചെയ്താൽ മതി എന്ന് പറയും. അതിനനുസരിച്ചാണ് ഫേഷ്യൽ ചെയ്യാൻ. ഉപയോഗിക്കാൻ ഫേസ് വാഷിന്റെ കുഴപ്പമായിരിക്കും. അതായത് ഇപ്പൊ രാവിലെ രാത്രി ചെയ്യുന്നത് ഭയങ്കര നോർമലാണ്. അത്രയും വേണ്ടു, 2 നേരം മതി ഫേസ് വാഷ് ചെയ്യുന്നത്. അല്ല, അത് ചെയ്തോണ്ട് ട്രൈ ചെയ്യുന്നത്. അത് ചെയ്തോണ്ട് ട്രൈ ചെയ്യാറില്ല. നിങ്ങൾ വാങ്ങിയ പ്രൊഡക്റ്റ് എന്താ നോക്കണം. ഓൾ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല. ഓൾ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ നോർമൽ ടു ഡ്രൈ സ്കിന്നിന്റെ പ്രൊഡക്റ്റേ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ റോഷി പറഞ്ഞ പോലെ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആവും. ഉടനെ നമ്മൾ ടോണർ ഉപയോഗിക്കും. അപ്പൊ ആ ടോണർ വാങ്ങണം. ടോണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടോണർ ഉപയോഗിക്കാം. ഞാനൊക്കെ ഫേസ് വാഷ് കഴിഞ്ഞു വന്നതിന് ആദ്യം മോയിസ്ചറൈസർ ടോണർ ഉപയോഗിക്കണം. കാരണം സ്കിന്നിന്റെ pH ബാലൻസ് വ്യത്യാസം വന്നിരിക്കുന്ന സമയത്ത് ഉള്ളിലോട്ട് മോയിസ്ചറൈസർ ഇട്ടിട്ട് കാര്യമില്ല. ആദ്യം സ്കിന്നിനെ ഒന്ന് കാമാക്കണം. കാമാക്കിയതിന് ശേഷം വേണം ഈ സാധനങ്ങളിൽ കോംപ്രമൈസ് ഇല്ല. ഇത് കമ്പൽസറിയാണ് CPM. അപ്പൊ ഞാൻ ബദലായിട്ട് നമുക്ക് വേറെ ഒന്നുമില്ല. ഒന്നുമില്ല, ഡെയിലി ചെയ്യുന്ന കാര്യം.